ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ദുബായിലെ വൈറലായിട്ടുള്ള പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ വൈറലായിരിക്കുന്ന ദുബായ് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇത് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അതായത് കുനാഫാഡോ ചോക്ലേറ്റ് പിന്നെ നമ്മൾ ഈ ഒരു മോൾഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു മെല്ലോയുടെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡയറി മിൽക്കിൻ്റെ ഒരു ബാർ ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു പ്രീമിയം ക്വാളിറ്റിയുള്ള ഏത് ടൈപ്പ് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കുക. ഗാലക്സിയോ ഡയറി മിൽക്കോ ഏത് വേണമെങ്കിലും പ്രീമിയം ചോക്ലേറ്റ്സ് കംപ്ലീറ്റ് ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റും ഈ ഒരു ചോക്ലേറ്റും കൂടെ ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് എടുത്താൽ മതി. ഒറ്റൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം 100 ഗ്രാമിൻ്റെ അടുത്ത് ചോക്ലേറ്റ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ ഒരു ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഒരു 3 ബാറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഒരു ബാറിൻ്റെ ഒരു പകുതിയോളം അത്രേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ നല്ലോണം മെൽറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഇതിൻ്റെ മുകളിൽ ആ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ തന്നെ ആ ഒരു ചൂടുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം മെൽറ്റായിട്ട് കിട്ടും. പിന്നെ ഇതുപോലത്തെ ഈ ഒരു മോൾഡാണ് വേണ്ടത്. അപ്പോൾ ഇനി മോൾഡ് ഇല്ലാത്തവർക്കാണെങ്കിലും ഇത് ട്രൈ ചെയ്യുക. ലാസ്റ്റ് ഞാൻ വേറൊരു മെത്തേഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ മെൽറ്റാക്കിയിട്ട് വെച്ചിട്ടുള്ള ഈ ചോക്ലേറ്റ് അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു മോൾഡിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഈ മെൽറ്റാക്കിയിട്ട് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. കാരണം നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഇത് അധികം തിക്നെസ് ഇല്ലാത്തൊരു ടൈപ്പ് ഇതല്ലേ മോൾഡല്ലേ. അപ്പോൾ അധികം ഒഴിച്ചു കൊടുത്താൽ പിന്നെ ബാക്കി ഫില്ലിങ്സും കാര്യങ്ങളൊന്നും കൊടുക്കാതെ സ്പേസ് അതിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഭയങ്കര തിന്നായിട്ട് ഒഴിച്ചു കൊടുക്കും വേണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. നമ്മളിത് ഡീമോൾഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പിസ്താഷ്യൂ പേസ്റ്റാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഒരു 50 ഗ്രാമോളം പിസ്താഷ്യൂ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇനി ഈ ഒരു പിസ്താഷ്യൂ പേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആവില്ല. ഓൺലൈനിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇനിയൊരു കുനാഫ ഡോ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂണ് ബട്ടർ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ഈ ഒരു കുനാഫ ഡോ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒറിജിനൽ കുനാഫ ഡോ ആണ്. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ തിന്നായിട്ടുള്ള വെർമിസെല്ലി ആഡ് ചെയ്താലും മതി. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുന്നത്. ഈ ഒറിജിനൽ കുനാഫ ഡോ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള കുനാഫ ഡോ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതിൽ നിന്ന് കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു 1/2 കപ്പ് അത്രേ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു ബട്ടറിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. നല്ല നമുക്ക് കടിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതിൻ്റെ ആ ഒരു ടേസ്റ്റും മാറും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഒരു 5-10 മിനിറ്റെങ്കിലും എന്തായാലും ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ ആ ഒരു ഫില്ലിംഗ് ആണല്ലോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ക്രിസ്പി ആയിട്ട് എടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് റെഡി ആയതിൻ്റെ ശേഷം ഈ ഒരു പാനിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ കളർ വീണ്ടും ആ ഒരു പാനിൻ്റെ ചൂട് കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിനി ഇതിലേക്കുള്ള ഫില്ലിങ് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പിസ്താഷ്യോ പേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക.
അപ്പോൾ നമ്മൾ ആ ഒരു പിസ്താഷ്യോ പേസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ടാണല്ലോ ഇത് മിക്സ് ആക്കിയിട്ട് എടുത്തത്, നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് എടുത്തിട്ട് നല്ലോണം മെൽറ്റ് ആക്കിയിട്ട് അത് വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം. ഞാനിവിടെ കണ്ടൻസ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ജസ്റ്റ് ഒരു ഗ്രീൻ കളർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പിസ്താഷ്യോൻ്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്രീൻ കളർ എന്തായാലും അത്ര തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു കളർ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒരു ജെൽ കളറിൻ്റെ ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രോപ്പ് ഒഴിച്ചതുകൊണ്ട് ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു പേസ്റ്റ് ഓവറായിട്ട് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു ഫില്ലിങ് നല്ല ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫില്ലിംഗ് ആയിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ലൂസായി കഴിഞ്ഞാൽ സെറ്റ് ആവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ടൈറ്റായിട്ടുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ബാറ് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ടുള്ള വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കിയിട്ട് ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം ഇങ്ങനെ കട്ടി കൂടുതലാവാതെ എല്ലാ ഭാഗത്തും ഒരേ ഇതിൽ തിക്നെസ്സിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഈ സൈഡ് ഭാഗത്ത് നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഇതിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു സൈഡ് ഭാഗം നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ചോക്ലേറ്റ് വരുമ്പോൾ നല്ല ഫിനിഷായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലത്തെ ലെയർ ചോക്ലേറ്റും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സൈഡിലേക്കൊക്കെ നല്ലോണം ആക്കി കൊടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇതും ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് സൈഡിലേക്കായിട്ടുള്ളതൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മോൾഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഇനി മോൾഡ് ഇല്ലാത്തവർക്കാണെങ്കിലും ട്രൈ ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളൊരു ചോക്ലേറ്റ് ആണ്. കാരണം നമ്മളിത് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ്. അപ്പോൾ നമുക്കിത് കുറഞ്ഞ ചിലവിൽ തന്നെ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഹൈലൈറ്റ്. കാരണം അത് ആ ഒരു ക്രഞ്ചിനെസ്സും ആ ഒരു കുനാഫാൻ്റെ ഡോ നല്ല ക്രഞ്ചിനെസ്സും പിന്നെ ആ ഒരു ചോക്ലേറ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സെയിം ചോക്ലേറ്റിനെ ഞാൻ വേറൊരു മോൾഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഹാർട്ട് കേക്ക് ചെയ്യുന്ന ഈ ഒരു മോൾഡാണ്, ഹാർട്ട് ഷേപ്പിൽ ചെയ്യുന്ന ഈ ഒരു മോൾഡ്. ഇതിൽ നമ്മൾ ബാക്കിയുള്ള ചോക്ലേറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു 2 എണ്ണത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലും മോൾഡ്, എന്തെങ്കിലും ടൈപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്പിലുള്ള മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ചെയ്തിട്ടെടുത്താൽ മതി. കാരണം ഷേപ്പ് മാറുന്നേ ഉള്ളൂല്ലോ, നമ്മൾ ടേസ്റ്റൊക്കെ സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള ആ ഒരു ബാർ ചോക്ലേറ്റിൻ്റെ മോൾഡ് തന്നെ വേണമെന്നില്ല, ഇതുപോലെ ചെയ്തിട്ടെടുത്താലും മതി. ഇനി നമ്മൾ ഈ ഒരു ബോൾസൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ കേക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഉണ്ടാവാതിരിക്കാൻ ചാൻസ് ഇല്ല. ഇനി അല്ലാത്തവരാണെങ്കിൽ, മോൾഡ് ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് അലുമിനിയം ഫോയിൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു ട്രേയിൽ അലുമിനിയം ഫോയിൽ വിരിച്ചിട്ട് അതിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൽ ഫില്ലിംഗ് ആയിട്ട് നമ്മുടെ ആ ഒരു ഫില്ലിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മുകൾ ഭാഗത്ത് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്ത് നല്ലോണം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുപോലെ ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നല്ലോണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വൈറലായിട്ടുള്ള പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.